വരും 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 യേശു വരും. തരും 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 യേശു തരും. വരും 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 യേശു വരും. തരും 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 യേശു തരും. ശക്തി തരും, നന്മ തരും, സൗഖ്യം തരും, എല്ലാം തരും. ശക്തി തരും, നന്മ തരും, സൗഖ്യം തരും, എല്ലാം തരും. ഓ വരും 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 യേശു വരും. തരും 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 യേശു തരും. വരും 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 യേശു വരും. തരും 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 യേശു തരും. അപ്പൻ ചോദിച്ചാൽ കല്ല് തരുന്ന ജഡത്തിലെ പിതാവാരുള്ളൂ. അപ്പൻ ചോദിച്ചാൽ കല്ല് തരുന്ന ജഡത്തിലെ പിതാവാരുള്ളൂ. ആത്മാവിനെ അധികമായി നൽകുമെൻ സ്വർഗപിതാവ്. ഓ ആത്മാവിനെ അധികമായി നൽകുമെൻ സ്വർഗപിതാവ്. വരും 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 യേശു വരും. തരും 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 യേശു തരും. വരും 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 യേശു വരും. തരും 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 യേശു തരും. കർത്താവിൻ്റെ ശ്രേഷ്ഠനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഓരോ സമയവും ദൈവം നമുക്ക് അവൻ്റെ ഉദ്ദേശപ്രകാരം തന്നതാണ്. നമ്മളെക്കുറിച്ച് വലിയ പദ്ധതിയുള്ള ആ സ്വർഗീയ പിതാവിന് നന്ദി പറയാം. നമ്മൾ കർത്താവിനോട് ചേർന്നു എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനോട് ചേർന്ന ഓരോ വ്യക്തികളും സ്നാനപ്പെട്ടു. അതായത് അതിനെ കാണിക്കുന്നത് നമ്മൾ അവനോടൊപ്പം അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നതാണ്. യഥാർത്ഥത്തിൽ ആ ഉയർപ്പിൻ്റെ ശക്തി എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്നതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഞാൻ അവനോടൊപ്പം ചേർന്നപ്പോൾ ആ ഉയർപ്പിൻ്റെ ശക്തി എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. അതായത് ദൈവത്തിൻ്റെ മഹത്വം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. അതുകൊണ്ടാണ് ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചിട്ട് ലോകം പറയും, അല്ലെങ്കിൽ ആളുകൾ പറയും, ആ വ്യക്തി വേർപാട് അനുഷ്ഠിക്കുന്ന വ്യക്തിയാണ്. എന്താണ് ഈ വേർപാട് അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ? അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് വേർപെട്ടിരിക്കുന്ന വ്യക്തി. ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ മഹത്വം വസിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ വ്യക്തിയെ കർത്താവ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി ആ ലോകത്ത് നിന്ന് വേർപെടുത്തിയെടുത്തിരിക്കുന്നു. അതായത് ആ വ്യക്തിയിൽ ദൈവത്തിൻ്റെ ജീവൻ വസിക്കുന്നു, ആ ഉയർപ്പിൻ്റെ ശക്തി വസിക്കുന്നു. അവനിലൂടെ ആ ദൈവത്തിൻ്റെ മഹത്വം ലോകം കാണണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നു. അവൻ ലോകത്തിൽ നിന്നും വേർപെട്ടാണ് ആയിരിക്കുന്നത്. അങ്ങനെ വേർപെട്ടവരുടെ, അല്ലെങ്കിൽ ദൈവം മാറ്റിയ ഒരു വ്യക്തിയാണ് നിങ്ങൾ ഓരോരുത്തരും. ആ വ്യക്തിയോട് ദൈവം ചില പ്രിൻസിപ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? പാപത്തോട് ചേരരുത്, ദൈവസ്നേഹത്തിലായിരിക്കണം, നിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്, അതിനെ കേട്ട് നീ മുൻപോട്ട് പോകണം, നിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ശക്തി അവൻ പകർന്നിട്ടുണ്ട്, അതിന് ചിലത് ചെയ്യുവാനായി കഴിയും, സാധാരണക്കാരിൽ നിന്നും വ്യത്യസ്തനായിട്ട്. ഹല്ലേലൂയ. ഇതാണ് എൻ്റെ ലൈഫിൽ കൊണ്ടുവന്ന വേർപാടെന്ന് പറയുന്നത്. ആ ഉയർപ്പിൻ്റെ ശക്തി എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്നത്. നീ ഒരു സാധാരണ വ്യക്തിയല്ല, നിനക്ക് ചിലത് ചെയ്യാൻ കഴിയുമെന്നത്. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ ആ ഉയർപ്പിൻ്റെ ശക്തിയുടെ വലിപ്പം എന്താണ്, അല്ല എന്നിൽ വന്ന മാറ്റം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. Expect a great victory today. Amen. വലിയ വലിയ വിജയങ്ങൾ ഇന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് God is going to release a great victory to your life. ദൈവം ഇന്ന് വലിയ വിജയം നിന്റെ ജീവിതത്തിലേക്ക് പകരുവാനായി പോകുന്നു. Whole world celebrating Easter Sunday.
ലോകം മൊത്തവും ഇന്ന് ഈസ്റ്റർ സൺഡേ ആയിട്ടാണ് or ആഘോഷിക്കുന്നത്. we call Resurrection Sunday. അല്ലെങ്കിൽ ഉയർപ്പിന്റെ ഞായറാഴ്ചയായിട്ട്. Do you know what is the speciality of resurrection? നമുക്കറിയാം ഉയർപ്പിന്റെ പ്രത്യേകത എന്താണെന്ന്. So once you know the power of the resurrection, the speciality of resurrection, your life no more the same. നിങ്ങൾക്ക് ഉയർപ്പിന്റെ ശക്തി അല്ലെങ്കിൽ ഉയർപ്പിന്റെ പ്രത്യേകത നിങ്ങൾക്ക് തിരിച്ചറിയാമെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ജീവിതം പഴയതുപോലെ ആകത്തില്ല. Once you will you please stand once again. ഒരിക്കൽ കൂടെ എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. So today we are going to confess some confessions according to the resurrection. ഉയർപ്പിന്റെ വെളിപ്പാടിനാൽ നമ്മൾ ചില കാര്യങ്ങൾ ഏറ്റുപറയാനായി പോകുന്നു. We are going to confess some confession words from the revelation of resurrection. ഉയർപ്പിന്റെ വെളിപ്പാടിൽ നിന്ന് നമ്മൾ ചില വാക്യങ്ങൾ അത് ഏറ്റുപറയാനായി പോകുന്നു. So are you ready to do that? നിങ്ങൾ അത് റെഡിയാണോ അത് പറയാൻ വേണ്ടി? So while you are confessing, you can sense the power of the Holy Spirit upon your life. നിങ്ങൾ അത് ഏറ്റുപറയുന്ന സമയത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങൾ വരുന്നത് നിങ്ങൾക്ക് വ്യക്തമായി Your മനസ്സിലാക്കാനായി mind സാധിക്കും. and your body experience the power of the Spirit of നിങ്ങളുടെ God. മനസ്സും നിങ്ങളുടെ ശരീരവും പരിശുദ്ധാത്മാവിന്റെ ശക്തി അനുഭവിക്കാനായി തുടങ്ങും. Hallelujah. Say with me, the power of the resurrection resident in my spirit. പറഞ്ഞാട്ടെ, ഉയർപ്പിന്റെ ശക്തി എൻ്റെ ആത്മാവിൽ വസിക്കുന്നു. അടുത്തിരിക്കുന്ന ആളെ കൈയെടുത്തിട്ട് power of the resurrection resident in my spirit. അടുത്തിരിക്കുന്ന വ്യക്തിയെ കൈ കൊടുത്തിട്ട് പറഞ്ഞാട്ടെ, ഉയർപ്പിന്റെ ശക്തി എൻ്റെ ആത്മാവിൽ വസിക്കുന്നു. Come on, കൈ അടിച്ചുകൊണ്ട് പറ, the power of the resurrection resident in my spirit. ഉയർപ്പിന്റെ ശക്തി എൻ്റെ ആത്മാവിൽ വസിക്കുന്നു. What happened because of that? എന്താണ് അതുകൊണ്ട് സംഭവിക്കുന്നത്? So once you experience the power of the resurrection, with the power of the resurrection, one more thing come into your spirit, that is called the glory of God. Amen. നിങ്ങൾ ഉയർപ്പിന്റെ ശക്തി നിങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിലേക്ക് ദൈവത്തിന്റെ മഹത്വം വ്യാപരിക്കുവാനിടയാകും. So say with me, the glory of God is abide in my spirit through the spirit of the resurrection. അതുകൊണ്ട് പറഞ്ഞാട്ടെ, ദൈവത്തിന്റെ മഹത്വം ഉയർപ്പിന്റെ ആത്മാവിനാൽ എൻ്റെ ഉള്ളിൽ വസിക്കാനിടയാകുന്നു. How the glory of the Lord rest in you? എങ്ങനെയാണ് ഉയർപ്പിന്റെ ശക്തി നിന്റെ മേൽ It is വസിക്കുന്നത്? so simple, because of the resurrection power. Amen. ദൈവത്തിന്റെ മഹത്വം നിന്റെ മേൽ വസിക്കുന്നത് ഉയർപ്പിന്റെ ശക്തിയാലാണ്, ഉയർപ്പിന്റെ ആത്മാവിനാലാണ്. The resurrection, the spirit of resurrection is the spirit of the glory. Amen. ഉയർപ്പിന്റെ ആത്മാവാണ് മഹത്വത്തിന്റെ ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. Can you say with me, the spirit of the resurrection resident in my spirit? പറഞ്ഞാട്ടെ, ഉയർപ്പിന്റെ ശക്തി എൻ്റെ മേൽ വസിക്കുന്നു. So the glory of God is in me. അതുകൊണ്ട് ദൈവത്തിന്റെ മഹത്വം എൻ്റെ The അകത്തുണ്ട്. glory of God is abide in my spirit. ദൈവത്തിന്റെ മഹത്വം എൻ്റെ ആത്മാവിൽ വസിക്കുന്നു. എന്നോട് കൂടുന്ന പറഞ്ഞായിട്ട്, ഉയർപ്പിന്റെ ശക്തി എന്നിൽ വസിക്കുന്നു. ഉയർപ്പിന്റെ ശക്തി എന്നിൽ വസിക്കുന്നു. കുറച്ചുകൂടെ ശബ്ദം ഉയർത്തിയിട്ട്, ഉയർപ്പിന്റെ ശക്തി എന്നിൽ വസിക്കുന്നു. ഉയർപ്പിന്റെ ശക്തി എന്നിൽ വസിക്കുന്നു. ഉയർപ്പിന്റെ ശക്തി എന്നിൽ വസിക്കുന്നത് കൊണ്ട് ഉയർപ്പിന്റെ ശക്തി എന്നിൽ വസിക്കുന്നത് ദൈവമഹത്വം എന്നിൽ വസിക്കുന്നു. ദൈവമഹത്വം എന്നിൽ വസിക്കുന്നു. ദൈവമഹത്വം എന്നിൽ വസിക്കുന്നു. ദൈവമഹത്വം എന്നിൽ വസിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞാട്ടെ, ഉയർപ്പിന്റെ ശക്തി എന്നിൽ വസിക്കുന്നത് കൊണ്ട് ഉയർപ്പിന്റെ ശക്തി എന്നിൽ വസിക്കുന്നത് കൊണ്ട് ദൈവമഹത്വം എന്നിൽ വസിക്കുന്നു. ദൈവമഹത്വം എന്നിൽ വസിക്കുന്നു. The power of the resurrection resident in my spirit. ഉയർപ്പിന്റെ ശക്തി എൻ്റെ ആത്മാവിൽ വസിക്കുന്നു. The glory of the Lord abide in my spirit through the spirit of the resurrection. ഉയർപ്പിന്റെ ആത്മാവ് മുഖേന ദൈവത്തിന്റെ മഹത്വം എൻ്റെ അകത്ത് വസിക്കുന്നു. So what happened once you know the glory and the resurrection, the power of the resurrection rest in you or abides in you and resident in you? What happened? ഉയർപ്പിന്റെ ശക്തി, ഉയർപ്പിന്റെ ആത്മാവ്, ദൈവത്തിന്റെ മഹത്വം നിന്റെ മേൽ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? So simple, the world has no power over your spirit and life. എന്ന് വെച്ചാൽ അതിനെ അർത്ഥമാക്കുന്ന ലോകത്തിന്റെ ശക്തിക്ക് ഇനി നിന്റെ മേൽ, നിന്റെ ജീവിതത്തിനകത്ത് യാതൊരു അവകാശവുമില്ല. Once you know the power of the resurrection resting in you and abides in you, there is no power to overtake your life. Amen. ഒരിക്കൽ നീ തിരിച്ചറിയുകയാണെങ്കിൽ ഉയർപ്പിന്റെ ശക്തി നിന്റെ അകത്ത് വസിക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ ലോകത്തിന്റെ ശക്തിക്ക് നിന്റെ ജീവിതത്തിനകത്ത് ഒന്നും ചെയ്യാനായി സാധ്യമല്ല. പറഞ്ഞാട്ടെ, ഉയർപ്പിന്റെ ശക്തി എന്നിൽ വസിക്കുന്നു. ഉയർപ്പിന്റെ ശക്തി എന്നിൽ വസിക്കുന്നു. അതുകൊണ്ട് ദൈവമഹത്വം എന്നിൽ വസിക്കുന്നു. അതുകൊണ്ട് ദൈവമഹത്വം എന്നിൽ വസിക്കുന്നു. ലോകത്തിന് എന്നെ
തൊടാൻ കഴിയുകയില്ല. ലോകത്തിന് എന്നെ തൊടാൻ കൈകളടിച്ച് കഴിയുകയില്ല. കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് പറ, ലോകത്തിന് എന്നെ തൊടാൻ കഴിയുകയില്ല. ലോകത്തിന് എന്നെ തൊടാൻ കഴിയുകയില്ല. Through the resurrection spirit, I am seated together with Jesus. ഉയർപ്പിന്റെ ശക്തിയാൽ ദൈവത്തെ ക്രിസ്തുവിനോടൊപ്പം എന്നെ ആക്കി വെച്ചിരിക്കുന്നു. Through the resurrection spirit, I am seated together with Jesus Christ. ഉയർപ്പിന്റെ ശക്തിയാൽ ദൈവത്തെ യേശുവിനോടൊപ്പം എന്നെ ആക്കി ഞാൻ വെച്ചിരിക്കുന്നു. ഉയർത്തപ്പെട്ടപ്പോൾ സംഭവിച്ച എന്നതാണ്, ഞാൻ യേശുവിനോട് കൂടെ ഇരുത്തപ്പെട്ടു. Amen. Amen. Now I am sitting with the place of glory. ഞാൻ Amen. മഹത്വത്തിന്റെ സ്ഥലത്താണ് എന്നെ ഇരുത്തിയിരിക്കുന്നത്. Say to your neighbor, you are seated with the place of glory, sitting with the Jesus. അടുത്ത വ്യക്തിയോട് പറഞ്ഞാട്ടെ, നീ മഹത്വത്തിന്റെ സ്ഥലത്താണ് ഇരുത്തിയിരിക്കുന്നത്, നീ യേശുവിനോടൊപ്പമാണ് ഇരുത്തിയിരിക്കുന്നത്. So I am a God carrying vessel. അതുകൊണ്ട് Amen. ഞാൻ ദൈവത്തെ വഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പാത്രമാണ്. Say, കൈയടിച്ചുകൊണ്ട് പറ, ദൈവത്തെ വഹിക്കുന്ന വ്യക്തിയായി ഞാൻ മാറുകയാണ്. ദൈവത്തെ വഹിക്കുന്ന വ്യക്തിയായി ഞാൻ മാറിയിരിക്കുന്നു. Hallelujah. അനുമോളങ്ങ് വരാമോ. So just imagine the power of the resurrection is upon her. സങ്കൽപ്പിച്ചാട്ടെ ഉയർപ്പിന്റെ ശക്തി അനുമോളുടെ മേൽ That വസിക്കുന്നു. means she has the power of she's also received the glory of God in her inside. അത് വസിക്കുന്നത് കൊണ്ട് അന്നയുടെ ഉള്ളിനകത്തേക്ക് ദൈവത്തിന്റെ മഹത്വം വസിക്കാൻ ഇടയാകുന്നു. The world has no power over her. ലോകത്തിന്റെ ഒരു ശക്തിക്ക് അന്നയുടെ മേൽ യാതൊരു അവകാശവും ഇല്ല. She is a God carrying vessel. അന്ന ഒരു ദൈവത്തെ വഹിച്ചുകൊണ്ട് നടക്കുന്ന പാത്രമാണ്. Once she received ഒരിക്കൽ the സ്വീകരിച്ചു power of കഴിയുമ്പോൾ, the resurrection, ഒരിക്കൽ ഉയർപ്പിന്റെ ശക്തി she സ്വീകരിച്ചു is കഴിയുമ്പോൾ separated from the world ലോകത്തിൽ through the resurrection power. Amen. ലോകത്തിൽ നിന്ന് തന്നെ വേർതിരിയപ്പെട്ടു ഉയർപ്പിന്റെ ശക്തിയാൽ. Can you say hallelujah? So once you receive the resurrection power, you are separated. ഒരിക്കൽ നീ ഉയർപ്പിന്റെ ശക്തി സ്വീകരിച്ചാൽ നീ അതിൽ നിന്ന് വേർപെട്ട് In കഴിഞ്ഞു. another word, you are sanctified. നീ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. That's why Bible say a person who the sanctified, that means he is separated from the world. അതുകൊണ്ടാണ് വചനം പറയുന്നത് വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നവൻ ലോകത്തിൽ നിന്ന് How വേർതിരിയപ്പെട്ടിരിക്കുന്നു. we sanctified through the power of the resurrection. എങ്ങനെയാണ് Amen. നീ വിശുദ്ധീകരിക്കപ്പെട്ടത്? അത് ഉയർപ്പിന്റെ ശക്തി മുഖേനയാണ് നീ Say with me, the വിശുദ്ധീകരിക്കപ്പെടുന്നത്. power of the resurrection is resting upon me. എന്നോടൊപ്പം പറഞ്ഞാട്ടെ, ഉയർപ്പിന്റെ ശക്തി എന്റെ മേൽ The വസിക്കുന്നു. power of the resurrection is resident in my spirit. എന്റെ ആത്മാവിന്റെ അത് ഉയർപ്പിന്റെ ശക്തി വസിക്കാനിടയാകുന്നു. ഉയർപ്പിന്റെ ശക്തി എന്റെ മേൽ വസിക്കുന്നു. ഉയർപ്പിന്റെ ശക്തി എന്റെ മേൽ വസിക്കുന്നു. സന്തോഷമാണോ അങ്ങനെ പറയാൻ? So what's our problem? We won't confess like this. നമ്മുടെ പ്രശ്നം എന്താണെന്നുള്ളത് നമ്മൾ ഇങ്ങനെ ഏറ്റു പറയുന്ന ഒരു സ്വഭാവം നോക്കില്ല. The spirit of beggar is resting upon us. യാചിക്കുന്ന ഒരു ആത്മാവാണ് നമ്മളിൽ വസിക്കാനിടയാകുന്നത്. പിച്ചക്കാരന്റെ ആത്മാവാണ് നമ്മുടെ കയ്യിൽ. അമ്മ ഇത് പറഞ്ഞു ശീലമായി പോയി. എന്ത് പറഞ്ഞാലും ദൈവമേ, ലോർഡ് ഗീവ് മീ ദ പവർ ഓഫ് ദ റിസറക്ഷൻ, വി ആർ ഓക്കെ. ഉയർപ്പിന്റെ ശക്തി എന്റെ മേൽ വസിക്കട്ടെ എന്ന് പറയാൻ നമ്മൾ ഓക്കെയാണ്. Lord, give me the resurrection power. We are okay. We are okay to say like that. ഉയർപ്പിന്റെ ശക്തി എനിക്ക് തരണേ എന്ന് പറയാൻ ഞാൻ ഓക്കെയാണ്. But we are not okay. We are not believing the resurrection power is resting upon us. We don't want to confess like that. നമ്മൾ പക്ഷെ വിശ്വസിക്കുന്നില്ല ഉയർപ്പിന്റെ ശക്തി എൻ്റെ അകത്ത് വസിക്കുന്നുണ്ടെന്ന് അത് ഏറ്റു പറയാൻ ഞാൻ Say ഇഷ്ടപ്പെടുന്നില്ല. with me, the glory of the Lord is abide in my spirit. എന്നോടൊപ്പം പറഞ്ഞാട്ടെ, മഹത്വത്തിന്റെ ആത്മാവ് എൻ്റെ അകത്ത് വസിക്കാനിടയാകുന്നു. So I am going to influence this world. Amen. ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ അകത്ത് വസിക്കുന്നത് കൊണ്ട് ഞാൻ ഈ ലോകത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നു. The power of the resurrection is inside me, abides in me. ഉയർപ്പിന്റെ ശക്തി എൻ്റെ അകത്ത് വസിക്കാനിടയാകുന്നു. God, I am going to influence this world. ഞാൻ ഈ ലോകത്തെ സ്വാധീനിക്കാനായി പോകുന്നു. Come on, say with me, I am going to influence this world. ഞാൻ ഈ ലോകത്തെ സ്വാധീനിക്കാനായി പോകുന്നു. I am going to influence this world ഞാൻ ഈ ലോകത്തെ സ്വാധീനിക്കാനായി പോകുന്നു. through the power of the resurrection. ഉയർപ്പിന്റെ ശക്തിയാൽ ഞാൻ ഈ ലോകത്തെ സ്വാധീനിക്കാൻ പോകുന്നു. The power of the life of resurrection is going to flow from me. Amen. Through me. ഉയർപ്പിന്റെ ജീവൻ എൻ്റെ അകത്ത് നിന്ന് ഒഴുകാനായി പോകുന്നു. Hallelujah. Confess with me, the power of the resurrection, the life of the resurrection going to flow from my life. ഉയർപ്പിന്റെ ശക്തി, ഉയർപ്പിന്റെ ജീവന് എൻ്റെ ഉള്ളിൽ നിന്ന് ഒഴുകാനായി പോകുന്നു. It's like a river, or it's like a stream, it's like a healing stream. അതൊരു വലിയ നദി പോലെ, അത് സൗഖ്യമാക്കുന്ന ഒരു വലിയ നദി പോലെ അത് ഒഴുകാനായി It's പോകുന്നു. going to touch the nations. അത് രാജ്യങ്ങളെ തൊടാനായി പോകുന്നു. It's going to touch my surroundings. അതെന്റെ ചുറ്റുപാടിനെ തൊടാനായി പോകുന്നു. It is going to touch the world. അത് ഈ ലോകത്തെ തൊടാനായി പോകുന്നു. Come on, church.
give a praise offering to the Lord. ദൈവത്തിന് ഒരു സ്തുതിയാഗം അർപ്പിച്ചാട്ടെ. Come on, shalkara kaba. Say with me, the power of the resurrection is resident in my spirit. ഉയർപ്പിന്റെ ശക്തി എന്റെ ആത്മാവിനകത്ത് The വസിക്കുന്നു. glory abides in me. മഹത്വം എന്റെ അകത്ത് വസിക്കുന്നു. So I can, the world has no power over me. ലോകത്തിന്റെ ശക്തിക്ക് എന്റെ മേൽ യാതൊരു അധികാരവുമില്ല. But I am going to influence this world. ഞാൻ ഈ ലോകത്തെ സ്വാധീനിക്കാനായി പോകുന്നു. എന്നോട് കൂടെ കൈയടിച്ചിട്ട് പറ, ലോകം എന്നെ സ്വാധീനിക്കത്തില്ല, പകരം ഞാൻ ലോകത്തെ സ്വാധീനിക്കാൻ പോകുന്നു. ലോകം എന്നെ സ്വാധീനിക്കത്തില്ല. ഞാൻ ലോകത്തെ സ്വാധീനിക്കാൻ പോകുന്നു. ഞാൻ ലോകത്തെ സ്വാധീനിക്കും. ഞാൻ ലോകത്തെ സ്വാധീനിക്കാൻ പോകുന്നു. ഞാൻ ലോകത്തെ സ്വാധീനിക്കും. ഒന്നും കൂടെ ചുണയായിട്ട് കൈയടിച്ചിട്ട് പറ, ഞാൻ ലോകത്തെ സ്വാധീനിക്കാൻ ഞാൻ പോകുന്നു. ലോകത്തെ സ്വാധീനിക്കാൻ പോകുന്നു. Hallelujah. Hallelujah. Because the power of the resurrection is flowing through me. കാരണം ഉയർപ്പിന്റെ ശക്തി എന്റെ ഉള്ളിൽ നിന്ന് ഒഴുകാനായി The പോകുന്നു. resurrection life is going to flow from me. ഉയർപ്പിന്റെ ജീവൻ എന്റെ അകത്ത് നിന്ന് ഒഴുകാനായി പോകുന്നു. Like a river. ഒരു നദി പോലെ. Like a stream. ഒരു സ്ട്രീം പോലെ. It's going to be a healing stream. അതൊരു സൗഖ്യത്തിന്റെ സ്ട്രീമായി മാറുന്നു. It's going to be a miracle stream. അതൊരു മിറക്കിൾ സ്ട്രീമായി മാറുന്നു. It's going to touch the nation. അത് രാജ്യങ്ങളെ തൊടാനായി It's പോകുന്നു. going to be a prophetic stream. അതൊരു പ്രവചനത്തിന്റെ സ്ട്രീമായി മാറുന്നു. It's going to touch the nation. അത് രാജ്യങ്ങളെ തൊടാനായി പോകുന്നു. The power of the resurrection is going to flow. ഉയർപ്പിന്റെ ശക്തി എന്റെ അകത്ത് നിന്ന് ഒഴുകുന്നു. കൈകളടിച്ചു ആമേൻ പറഞ്ഞാട്ടെ. We know how to pray. നമുക്കറിയാം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്. We know how to ask. എങ്ങനെ ചോദിക്കണമെന്ന് But we don't നമുക്കറിയാം. know how to confess. പക്ഷേ എങ്ങനെ ഏറ്റുപറയണമെന്ന് നമുക്കറിയത്തില്ല. Confession is the basement of a Christianity. ഏറ്റുപറയിച്ചില്ല എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. What do you believe? You have to confess it. നീ വിശ്വസിക്കുന്ന എന്താണോ നീ അത് ഏറ്റുപറയണം. When you confess it, it will produce result in you. നീ അത് ഏറ്റുപറയുന്ന സമയത്ത് നിനക്കത് റിസൾട്ട് ഉളവാക്കാൻ ഇടയാകും. Salvation, we confess our salvation. നമ്മൾ ഏറ്റുപറയും. We confess Jesus is the Lord. നമ്മൾ യേശു ദൈവം നമ്മൾ ഏറ്റുപറയാറുണ്ട്. When we confess Jesus is the Lord, the lordship is started to control our life. എപ്പോഴാണോ കർത്താവ് രക്ഷകനെന്ന് നമ്മൾ ഏറ്റുപറയുന്ന സമയത്ത് ആ ദൈവികത്തെ എന്നെ കൺട്രോൾ ചെയ്യാനായി So തുടങ്ങും. when you confess things, confessions, whatever you confess, that confession going to possess your whole life. നീ എന്താണോ ഏറ്റുപറയാനായി പോകുന്നത് ആ ഏറ്റുപറയുന്ന കാര്യങ്ങൾ നിന്റെ ജീവിതത്തിലൂടെ നിന്നെ അത് കൺട്രോൾ ചെയ്യാനായി തുടങ്ങും. Hallelujah. The power of the resurrection is resting upon me. ഉയർപ്പിന്റെ ശക്തി നിന്റെ മേൽ വസിക്കുന്നുണ്ട്. Resident in my spirit. അത് എന്റെ ആത്മാവിൽ വസിക്കുന്നു. Abides in my spirit. അത് എന്റെ ആത്മാവിൽ വസിക്കുന്നു. The world has no power over me. ലോകത്തിന് എന്റെ മേൽ യാതൊരു But I am സ്വാധീനവുമില്ല. going to be an influencer in this world. ഞാൻ ഈ ലോകത്തിലെ ഒരു സ്വാധീനമുള്ള വ്യക്തിയാകാനായി പോകുന്നു. Say to your neighbor, I am the embodiment of the resurrection power. ഈ ഉയർപ്പിന്റെ ശക്തിയുടെ മുദ്രയാണ് ഞാൻ ആയിരിക്കാൻ പോകുന്നത്. Hallelujah. പറഞ്ഞേ, ഞാൻ ഉയർപ്പിന്റെ മൂർത്തി ഭാവമായി മാറുകയാണ്. ഞാൻ ഉയർപ്പിന്റെ മൂർത്തി ഭാവമായി മാറുന്നു. I am the embodiment of the resurrection power. ഉയർപ്പിന്റെ ശക്തിയുടെ മൂർത്തി ഭാവമാണ് ഞാൻ. Hallelujah. എന്നെ കണ്ട ആളുകൾക്ക് ഉയർപ്പിന്റെ ശക്തിയെ കാണാം. എന്നെ കണ്ടാൽ ആൾക്കാർക്ക് ഉയർപ്പിന്റെ ശക്തിയെ കാണാം. Those who are listening to me, they will see the power of the resurrection. എന്നെ ശ്രദ്ധിക്കുന്നവർ ഉയർപ്പിന്റെ ശക്തി അനുഭവിക്കാൻ ഇടയാകും. Those who are hear my word, they will experience the power of the resurrection. എന്നെ കേൾക്കുന്നവർ ഉയർപ്പിന്റെ ശക്തിയെ സ്വീകരിക്കാൻ ഇടയാകും. Those who are come near to me, they will experience the power of the resurrection. എന്റെ അടുത്ത് വരുന്നവൻ ഉയർപ്പിന്റെ ശക്തി അനുഭവിക്കാൻ ഇടയാകും. I'll transmit and transfer the power of the resurrection. ഞാൻ ദൈവത്തിന്റെ ശക്തിയെ പകർന്നു കൊടുക്കുന്ന വ്യക്തിയായി മാറുവാൻ Come ഇടയാകും. on, give a praise offering to our Lord. ദൈവത്തിന് സ്തുതിയാഗം അർപ്പിച്ചാട്ടെ. ഉയർപ്പിൻ്റെ ശക്തി എന്നിൽ വസിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെ ചെറുതായി കാണേണ്ട. ആ ഉയർപ്പിൻ്റെ ശക്തി എൻ്റെ ഉള്ളിലുള്ളപ്പോൾ എനിക്ക് അസാധാരണമായ ചിലത് ചെയ്യുവാനായി കഴിയും. നീ ഒരു സാധാരണ വ്യക്തിയല്ല എന്നതാണ് നമ്മളിൽ ഭരിക്കേണ്ട ഏറ്റവും വലിയ കാര്യം. ആമേൻ. കർത്താവ് നിങ്ങളെ ആ ദൈവിക അനുഭവങ്ങളിൽ നടത്തട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ക്രിസ്റ്റീന. ഓക്കെ. മോള് വരുന്ന കൊമ്പേറ്റുമലയിൽ നിന്നാണ്. മോള് പറയുന്ന സ്കൂളിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് മോടെ കാലിൽ വേറൊരു കൊച്ചു വന്ന് വീണു. അതിനെ തുടർന്ന് മോൾക്ക് കാലിന് ഭയങ്കര വേദനയായിരുന്നു. അവർ ഹോസ്പിറ്റലിൽ പോയി എക്സ്റേ എടുത്തു. എക്സ്റേക്കകത്ത് യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നു. എന്നാൽ വേദന മാറുന്നില്ല. അതിനെ തുടർന്ന് ബ്രദറിനെ കണ്ടു പ്രാർത്ഥിച്ചു. മോള് പറഞ്ഞ് അന്ന് തന്നെ ആ വേദന മാറിപ്പോയി എന്ന കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. അതേപോലെ കൊച്ചു ക്രിസ്റ്റി മോളുടെ ക്രിസ്റ്റി കുറച്ച് പിണക്കക്കാരിയാ കേട്ടോ. പറ.
മോക്ക് ഭയങ്കര ചുമയായിരുന്നു. മോള് പറയുന്നത് അതും പ്രാർത്ഥിച്ചപ്പോൾ ആ ചുമ മാറി എന്നാണ് പറയുന്നത്. ബ്ലസ് യു. ബ്രദറെ, സിസ്റ്ററിന്റെ പേര് സാവിത്രി, പുന്നല നിന്നാണ് വരുന്നത്. സിസ്റ്റർ പറയുന്നത് 3 ആഴ്ചക്ക് മുൻപ് തല കറങ്ങി 3 മണിക്കൂറോളം വീട്ടിൽ കിടന്നു. എഴുന്നേൽക്കുവാനോ ഒന്നും ചെയ്യുവാനോ, അതുപോലെ ഫോണിൽ നോക്കുമ്പോൾ ഫോൺ നമ്പർ പോലും കാണത്തില്ലായിരുന്നെന്നാ പറയുന്നത്. അങ്ങനെ അനിയത്തി വന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ ബ്ലഡ് കുറവാണെന്നും അതിൽ അണുക്കളുണ്ടെന്നും പറഞ്ഞു. അവിടെ നിന്ന് സ്കാൻ ചെയ്യുവാനും അതുപോലെ മെഡിക്കൽ കോളേജിലേക്ക് പോകാനുമാണ് പറഞ്ഞത്. ഇവർ സ്കാനും ചെയ്തില്ല, മെഡിക്കൽ കോളേജിലേക്ക് പോയില്ല. ഇവിടെ വിളിച്ചു പ്രാർത്ഥിച്ചു. സിസ്റ്റർ പറയുന്നത് ഒരു പ്രയാസവും ഇല്ലാതെ അതിൽ നിന്ന് പൂർണ്ണമായി വിടുതലുണ്ടായെന്ന്. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ആമേൻ. ബ്രദറെ, ഈ കുടുംബത്തിന് കർത്താവ് ചെയ്ത നിരവധിയായ നന്മകളും അത്ഭുതങ്ങളുമാണ് ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ ബ്രദറിൻ്റെ പേര് സെൽവൻ, സിസ്റ്ററിൻ്റെ പേര് ശോഭന. ഇവർ ശ്രീകാര്യം എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഇവർ തുടർച്ചയായി ജീസസ് ടൈം കാണുമായിരുന്നു. എന്നാൽ വസ്തു സംബന്ധമായ വിഷയങ്ങളെക്കുറിച്ച് അടുത്തടുത്ത 2 ദിവസങ്ങളിൽ ബ്രദർ പ്രാർത്ഥിക്കുകയും ദൂത് പറയുകയും ചെയ്തു. ഒരു വസ്തുവിനെക്കുറിച്ച് ഇവർക്കൊരു ഭാരമുണ്ടായിരുന്നു. അങ്ങനെ സിസ്റ്റർ ചർച്ചിൽ വന്ന് ബ്രദറിൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചു. 8-10 വർഷമായി ലോണുള്ള ഒരു വസ്തു ഉണ്ടായിരുന്നു. ആ വസ്തു 13 വർഷമായി വിവാഹം കഴിച്ച് അയച്ച മകൾക്ക് നൽകാനുള്ളതായിരുന്നു. എന്നാൽ സിസ്റ്റർ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത് കർത്താവിൻ്റെ അത്ഭുതകരം അതിൻ്റെ മേൽ ചലിച്ചു. ആ തുടർന്ന മാസത്തിൽ തന്നെ ആ ലോൺ ക്ലോസ് ആയി. ആ മകൾക്ക് ആ വസ്തു പ്രമാണം ചെയ്തു കൊടുക്കുവാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞൊരു ടോട്ടൽ ഡെലിവറൻസ് ആ കാര്യത്തിന് മേലുണ്ടായി. ഒത്തിരി പേരുടെ ലോണുകൾ ക്ലോസ് ആവും നമുക്ക് കാണാൻ കഴിയുന്നു. സാമ്പത്തിക കാര്യങ്ങളിൽ ഡെലിവറൻസ് വരുന്നു. ഒന്ന് ആർത്ത് വിളിച്ചൊരു നല്ല ആമീൻ പറഞ്ഞേ. പറഞ്ഞേട്ടോ. ബ്രദർ ഈ ഗ്യാസ് ഏജൻസിയിലാണ് ഈ ബ്രദർ വർക്ക് ചെയ്യുന്നത്. അവിടെ ഡെലിവറൻസ് സെക്ഷനിലാണ് ജോലി ചെയ്യുന്നത്. 1 വർഷമായി ബ്രദറിന് തോള് വേദനയായിരുന്നു. ഷോൾഡർ പെയിൻ കാരണം 2 കൈയും ഉയർത്താൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ആഴ്ചകൾക്ക് മുമ്പ് ബ്രദറിന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ആഴ്ചയല്ലേ ഞാൻ പ്രാർത്ഥിച്ചു, അതിന് മുമ്പത്തെ ആഴ്ച. അപ്പോൾ ബ്രദർ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത് പ്രാർത്ഥിച്ച ആ നിമിഷം ദൈവശക്തി ശരീരത്തിൽ വന്നു. തോളിൽ നിന്ന് ഒരു വലിയ കട്ടി എടുത്ത് മാറ്റിയതുപോലെ അനുഭവപ്പെട്ടു. അപ്പോൾ സൗഖ്യമായി. ഇപ്പോൾ 2 കൈയും ഉയർത്താമെന്നാണ് സാക്ഷ്യപ്പെട്ടത്. തീർന്നില്ല, ഇനി പറയാനുണ്ട്. 2023 സെപ്റ്റംബർ 19 രാത്രിയിൽ ബ്രദർ ഉറങ്ങിയപ്പോൾ ഇക്കിൾ പോലെ ഉണ്ടായി. എന്നാൽ തുടർന്ന് ശ്വാസം എടുക്കാൻ കഴിഞ്ഞില്ല. ബ്രദറും സിസ്റ്ററും വളരെ ഭാരപ്പെട്ടു. ബ്രദർ പറയുന്നത് 5 വർഷത്തിനുള്ളിൽ 4-5 തവണ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. മരിച്ചു പോകുന്ന അവസ്ഥ പോലെയായിരുന്നു. എന്നാൽ ആഴ്ചകൾക്ക് മുന്നേ ബ്രദറിൻ്റെ അടുക്കൽ വന്ന് ഈ വിഷയം പറഞ്ഞു. അപ്പോൾ ബ്രദർ ഈ കഴിഞ്ഞ ഡെലിവറൻസ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. ബ്രദർ അന്ന് കുടുംബമായി ഡെലിവറൻസ് ക്യാമ്പ് അറ്റൻഡ് ചെയ്തു. ബ്രദർ പറയുന്നത് അന്ന് ശാപത്തെക്കുറിച്ചുള്ള ക്ലാസ് ആയിരുന്നു. തൻ്റെ കുടുംബത്തിൽ അനുഭവിക്കുന്ന ശാപത്തിൻ്റെ കാരണം എന്തെന്ന് തനിക്ക് മനസ്സിലായി. താൻ അത് ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ ജോൺ ബ്രദർ ദൂത് പറഞ്ഞു. രാത്രിയിൽ ഉറക്കത്തിൽ നിലവിളിക്കുന്നവർ മുന്നോട്ട് വരാൻ പറഞ്ഞു. ഈ ബ്രദർ പറയുന്നത് അപ്പോൾ മുന്നിലേക്ക് പോയി തൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു വലിയ ശക്തി പുറത്തു പോയി. അപ്പോൾ മുതൽ താൻ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നു. കർത്താവ് തന്നെ വിടുവിച്ചു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. കൈകളെടുത്ത് കർത്താവിനെ സ്തുതിച്ചു എന്ന് പറഞ്ഞ് കഴിഞ്ഞ 2 മാസമായിട്ട് നമ്മൾ എടുക്കുന്ന കേഴ്സ് ബ്രേക്കിംഗ് ക്ലാസ്സുകൾ ഒത്തിരി പേരുടെ വീടുകൾക്ക് ഡെലിവറൻസ് കൊടുക്കുന്നു. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. കൂടാതെ 1 വർഷമായി തനിക്ക് ഇടത് ചെവി കേൾവി കുറവായിരുന്നു. കഴിഞ്ഞ ഡെലിവറൻസിന്റെ 2-ാം ദിവസം കേൾവി കുറവുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ സൗഖ്യമായി. കഴിയില്ലായിരുന്നു. ഇപ്പോൾ ഫോണിലൂടെ എല്ലാം കേൾക്കാൻ കഴിയും. ഫോണിൽ കേൾക്കാൻ കഴിയത്തില്ലായിരുന്നു. ഫോണിൽ കേൾക്കാൻ കഴിയത്തില്ലായിരുന്നു. അത് 1 വർഷം കൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു. സ്പീക്കർ ഫോണിലിട്ടല്ലേ കേൾക്കാൻ പറ്റത്തുള്ളായിരുന്നു. ഇപ്പൊ ക്ലിയർ ആയിട്ട് കേൾക്കാം. സ്പീക്കറിലൊന്നും ഇടണ്ടല്ലാതെ കേൾക്കാം. നല്ല എനിക്ക് തോന്നുന്നു എനിക്ക് ഈ അടുക്കൽ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു ഡെലിവറൻസ് ക്യാമ്പ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ. എനിക്ക് തോന്നുന്നു ചെവിക്ക് സൗഖ്യമാകാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഒരാളാണ് സൗഖ്യമാകാതെ പോയത്. ബാക്കി എല്ലാവരും സൗഖ്യമായിരുന്ന രസം. അതെനിക്ക് തോന്നുന്നു ഒരു അസാധാരണ കാര്യമായിരുന്നു. അതിൽ ബ്രദറുമായിരുന്നു ഒരാൾ. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാൻ. അതുപോലെ തന്നെ ബ്രദറിന് ഭയം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഡെലിവറൻസ് മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തതോടുകൂടി ഭയം പൂർണ്ണമായി മാറിപ്പോയി. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാൻ. യൂട്യൂബിൽ എന്നെ കാണുന്ന ആളുകൾ അടുത്ത പ്രാവശ്യത്തെ ക്യാമ്പിന് വന്നായിട്ട് താങ്ക് യു വെരി മച്ച്.
ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾക്കായി നന്ദി പറയാം, അവൻ്റെ ശ്രേഷ്ഠതയ്ക്കായി നന്ദി പറയാം. തകർന്നിരിക്കുന്ന മനസ്സിനെ പണിയുന്ന, അല്ലെങ്കിൽ നമുക്ക് പാട്ടുകളിൽ കേൾക്കാൻ കഴിയും, ചതഞ്ഞ ഓടെ ഉടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ, തീർന്നുവെന്ന് തോന്നുന്നിടത്താണ് ദൈവത്തിൻ്റെ കരം ചിലരെ ലിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അവൻ്റെ ശ്രേഷ്ഠതയ്ക്കായി നന്ദി പറയാം. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. അപ്പോൾ അതിനോടൊപ്പം ആയിരിക്കുന്ന കുടുംബങ്ങളിൽ അവിടുത്തെ അത്ഭുതങ്ങൾ, അവിടുത്തെ വീര്യപ്രവൃത്തികൾ കർത്താവെ ഇവരോരോരുത്തരും കാണട്ടെ. അപ്പാ കർത്താവെ, എനിക്ക് ഒരു ബൈബിൾ കാണാം. കർത്താവിനോട് സംസാരിക്കുകയാണ്. ആ ബൈബിൾ ഒരു വ്യക്തി തുറന്നു വെച്ച് വായിക്കുമ്പോൾ നമുക്ക് ഒരു ലെൻസ് എടുത്തു വെച്ച് അതിലൂടെ നോക്കുന്ന ചിലരെയാണ് കാണുന്നത്. ആ വ്യക്തിയോട് അത് സംസാരിക്കുകയാണ്, ആ വ്യക്തിയോട് ചിലത് സംസാരിക്കുകയാണ്, ആ വ്യക്തിയോട് ചിലത് പറയുകയാണ് കർത്താവ്. എനിക്ക് കാണാൻ കഴിയുന്നത് മോശ ഒരു മുൾപ്പടർപ്പിൽ തീ കത്തുന്നത് കണ്ടു. ആ തീ കത്തുന്ന ഇടത്തേക്ക് അവൻ ചെന്നപ്പോൾ കർത്താവ് അവനോട് സംസാരിച്ചു. അതേപോലെ ചില വ്യക്തികൾ തീ കത്തുന്ന അനുഭവത്തിൽ ദൈവത്തിൻ്റെ ആ ശ്രേഷ്ഠതയിലേക്ക് കടക്കുന്നത് കാണാം. കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ. എനിക്ക് വ്യക്തതയില്ലാത്ത ചില കാര്യങ്ങൾക്ക് വ്യക്തതയുണ്ടാകേണ്ടതിന് ദൈവവചനം വായിച്ചാൽ മതി. അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമ്മൾ ജീവിക്കുന്ന ലോകത്ത് പ്രായോഗികമായി ചിന്തിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. അതെങ്ങനെയാണ് ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാകുന്നത്? പക്ഷേ കർത്താവ് പറയുകയാണ്, നീ തുറന്നു വെച്ച് വായിക്കുമ്പോൾ നിൻ്റെ ലൈഫിനോടാണ് അത് സംസാരിക്കുന്നത്. നിൻ്റെ ലൈഫിൽ ഇന്ന് എന്താണ് നീ സൊല്യൂഷൻ ആഗ്രഹിക്കുന്നത്, അല്ല നീ എങ്ങനെയാണ് മുൻപോട്ട് പോകേണ്ടതെന്ന് അത് നിന്നോട് സംസാരിക്കും. ആ വ്യക്തതയെ നിനക്ക് ലഭിക്കും, ആ വ്യക്തതയെ നിനക്ക് ലഭിക്കും, ആ വ്യക്തതയെ നിനക്ക് ലഭിക്കും. ഹാലോ റൂഷേഖലോ ദരേഖരോ. കർത്താവേ, അപ്പോൾ ആ വ്യക്തികളെ പണിയുന്നതോർത്ത് നന്ദി പറയുന്നു. അപ്പോൾ ആ വ്യക്തികളുടെ ലൈഫിൽ കർത്താവെ മാറ്റങ്ങളെ കൊണ്ടുവരുന്നതോർത്ത് നന്ദി പറയുന്നു കർത്താവേ. നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയുന്നു കർത്താവേ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. നമുക്കറിയാം, ചില കൃഷിയിടങ്ങളിൽ വെള്ളത്തിൻ്റെ തോടുകൾ തിരിച്ചുവിടും. കാരണം എന്ന് വെച്ചാൽ എല്ലാ സ്ഥലങ്ങളിലും അത് ആവശ്യമായ സ്ഥലങ്ങളിൽ വെള്ളം ചെല്ലേണ്ടതിന്. അതേപോലെ ചിലരുടെ ലൈഫിനെ കർത്താവ് തിരിച്ചുവിടുക. ആ തിരിച്ചുവിടുന്ന എന്തിനാണെന്നറിയാവോ? അവൻ ശരിയായ പാതയിൽ പോയെങ്കിൽ മാത്രമേ അവൻ്റെ ലൈഫിൽ കർത്താവ് വെച്ചിരിക്കുന്ന ആ ബ്ലെസ്സിങ്ങിലേക്ക് അവൻ വരത്തുള്ളൂ. അപ്പോൾ നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു കർത്താവേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു കർത്താവേ. സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവർ ദൈവിക ബ്ലെസ്സിങ്ങിലേക്ക് വരട്ടെ അപ്പാ, ദൈവിക ബ്ലെസ്സിങ്ങിലേക്ക് വരട്ടെ അപ്പാ. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. സ്വർഗീയ പിതാവിനോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളും സമാധാനം അനുഭവിക്കട്ടെ അപ്പാ, ദൈവിക ശ്രേഷ്ഠത അനുഭവിക്കട്ടെ അപ്പാ, സ്വർഗത്തിൻ്റെ സന്തോഷം അനുഭവിക്കട്ടെ അപ്പാ. പ്രാർത്ഥന കേൾക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അവൻ്റെ വലിയ നന്മയെ നമുക്ക് ഓരോരുത്തർക്കുമായിരിക്കാം. ഗോഡ് ബ്ലെസ് യു.